നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യം മുതൽക്ക് തന്നെ കുറേയധികം വാർത്തകളും വാർത്താ പ്രാധാന്യമുള്ള കുറേ തെളിവുകളുടെ കാര്യങ്ങളും കുറേ അറസ്റ്റുകളും ഒക്കെ നടന്നു. ജനപ്രിയ നടനെന്ന് പറയപ്പെട്ടിരുന്ന ദിലീപ് 8ാം പ്രതിയായി രംഗത്ത് വരികയും ചെയ്തു. അന്നു മുതൽ നടക്കുന്ന ചർച്ചകളൊക്കെയാണ് ഏറ്റവും രസകരം. ഈ ചർച്ചകളൊക്കെ നടന്നു കഴിഞ്ഞ് അവസാനം ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി ഈ കേസിൽ നിന്നും ഊരിപ്പോകുന്ന ഒരവസ്ഥ വരെ വരുമ്പോഴാണ് ബാലചന്ദ്രകുമാർ എന്നയാൾ പ്രത്യക്ഷപ്പെടുന്നത്. ഒരു സംവിധായകൻ, ദിലീപിൻ്റെ കൂടെ സന്തത സഹചാരിയായിരുന്ന ബാലചന്ദ്രകുമാർ, അദ്ദേഹം ഈ വൃത്തികേടുകൾ കാണിക്കുന്ന ഈ ദിലീപിൻ്റെയും കൂട്ടരുടെയും എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തു. ആ റെക്കോർഡ് ചെയ്തത് കേരള മുഖ്യമന്ത്രിക്കും കേരള പോലീസിനും കൈമാറി. അതുതന്നെയാണ് ചാനലുകളും കുറേ നാളായി ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആദ്യം തന്നെ ഈ ക്ലിപ്പിങ്ങുകൾ പുറത്തുവിട്ട ഒരു ചാനലായിരുന്നു ഈ ന്യൂസ് ഗ്ലോബ് ടി വി. കാരണം ബാലേന്ദ്രകുമാറിനെ പരിചയമുണ്ടായതുകൊണ്ട് അദ്ദേഹം തന്നെ ആദ്യം തന്നെയാണ് ഈ ക്ലിപ്പിങ്ങുകൾ ഞങ്ങൾക്ക് തരികയും ചെയ്തത്. അതിൽ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിരുന്നു, സാക്ഷികളെ സ്വാധീനിക്കുന്ന കാര്യം. ഒരുപാട് ക്ലിപ്പിങ്ങുകൾ ഉണ്ടായിരുന്നു. ആ സാക്ഷികളെ സ്വാധീനിക്കുന്നതിൽ 20ഓളം സാക്ഷികളെ ഇതിനകത്ത് ദിലീപ് സ്വാധീനിച്ചു. ആ സാക്ഷികൾക്ക് പണം കൊടുക്കേണ്ടവർക്ക് പണം കൊടുത്തു. ഏതാണ്ട് 5 ലക്ഷം രൂപ സാഗർ എന്നു പേരുള്ള കാവ്യ മാധവൻ നടത്തിയിരുന്ന ലക്ഷ്യ എന്നു പേരുള്ള ആ പ്രസ്ഥാനത്തിലെ ജോലി ചെയ്തിരുന്ന സാഗറിനാണ് 5 ലക്ഷം രൂപ കൊടുത്തിരുന്നതെന്നും പിന്നീട് വീണ്ടും 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് അയാൾ ഫിലിപ്പച്ചായൻ എന്ന് പറയുന്ന വക്കീൽ, അതായത് രാമൻ പിള്ളയുടെ ജൂനിയറായി ജോലി ചെയ്യുന്ന ഫിലിപ്പ് എന്ന് പറഞ്ഞ വക്കീലെടുത്ത് ചെല്ലുന്നതും അങ്ങനെ ആ വക്കീലിനൂടെ 5 ലക്ഷം രൂപയുടെ ആവശ്യപ്പെടുന്നതുമായിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ഇപ്പോഴിതാ പുതിയൊരു ഓഡിയോ ക്ലിപ്പ് കൈവന്നിരിക്കുന്നു. അത് ബാലേന്ദ്രകുമാർ തന്നതല്ല കേട്ടോ. കാരണം ബാലേന്ദ്രകുമാർ തന്നതാണെങ്കിൽ അതും മാനിപ്പുലേറ്റഡ് ആണ് എന്ന് പറഞ്ഞു വരുത്താൻ ഇഷ്ടം പോലെ ആളുകൾ രംഗത്തുണ്ട്. ഇതെന്ന് പറയുന്നത് ദിലീപ് ജയിലിൽ കിടന്ന സമയത്ത് ദിലീപിനൊപ്പം ജയിലിലുണ്ടായിരുന്ന നാസർ എന്ന് പറയുന്ന കൊല്ലംകാരനായ ഒരാളും അതുപോലെ തന്നെ ജിൻസ് എന്നു പേരുള്ള തൃശ്ശൂർക്കാരനായ ഒരാളും, ഇവർ രണ്ടുപേരും അന്ന് സഹ തടവുകാരാണ്. രണ്ടുപേരും തൊട്ടടുത്ത സെല്ലുകളിലാണ്, C3യിലും C4ലുമായിട്ട്. അങ്ങനെയാണ് ആ നമ്പറുകൾ. അവിടെയാണ് ഈ ബാക്കിയുള്ള ഈ തടവുകാരെല്ലാം ഉണ്ടായിരുന്നത്. അവരുമായിട്ടെല്ലാം നല്ല അടുപ്പമുണ്ടായിരുന്നു. ദിലീപുമായിട്ടും പൾസസുനിയുമായിട്ടും ഒക്കെ അടുപ്പമുണ്ടായിരുന്ന ചില തടവുകാർ. അവരിലൊരു തടവുകാരനായിരുന്ന നാസറിനെ രാമൻ പിള്ള വിളിച്ചു എന്നാണ് നാസർ പറയുന്നത്. ചിലപ്പോൾ കേൾക്കുന്നവർ കരുതും ഈ രാമൻപിള്ള ഇത്രയ്ക്കും പൊട്ടനാണോ. പക്ഷേ ഈ ന്യൂസ് പുറത്തു വരുമ്പോൾ അതിന് കാരണക്കാരായ ആളുകളുടെ ഫോൺ നമ്പറിൻ്റെ CDR പോലീസ് പരിശോധിക്കണം, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് പരിശോധിക്കണം. ഇതിൽ ആ നാസർ പറയുന്നു രാമൻ പിള്ള വിളിച്ചിരുന്നു, 25 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ജിൻസിനെയും കൂടി കൂട്ടത്തിൽ പറയുന്നു, ജിൻസെ നീയും കൂടി ഈ കാര്യങ്ങളൊന്ന് വ്യക്തമാക്കാമെങ്കിൽ നിനക്കും 5 സെൻറ്റ് പുരയിടം മേടിക്കാനുള്ള കാശ് ആ വക്കീൽ തരും. നമ്മളെന്തിനാ ഇനി കിടന്ന് വലിയ കഷ്ടപ്പെടുന്നേ. ഈ ജിൻസ് എന്ന് പറഞ്ഞ ആള് ഡ്രൈവറാണ്. അയാൾ ഈ പറഞ്ഞതുപോലെ JCBയും മറ്റും ഓടിക്കുന്നയാളാണ്. അപ്പോൾ ഈ JCB ആരുടെയാണ്? അപ്പോൾ അയാൾ പറയുന്നു JCB ഞാൻ വാടകയ്ക്ക് എടുത്താണ് ഓടിക്കുന്നത്, ഡ്രൈവറാണെന്ന് പറയുന്നു. അത് മതിയോ? സ്വന്തമായി ഒരെണ്ണം വാങ്ങണ്ടേ? വക്കീൽ അതിന് സഹായിച്ചു തരും. 25 ലക്ഷം രൂപ കൊടുക്കാമെന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ഒരു കിടക്കാടം ഉണ്ടാക്കാൻ, അതാണ് വാക്ക്, ഒരു കിടക്കാടം ഉണ്ടാക്കാൻ 25 ലക്ഷം രൂപ ഞങ്ങൾ തരാം എന്ന് രാമൻ പിള്ള പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും എത്ര വലിയ വക്കീലാണെങ്കിലും രാമൻ പിള്ളയുടെ ഫോണിൻ്റെ പോലും CDR പോലീസ് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. രാമൻ പിള്ളയുടെ മാത്രമല്ല, ഈ പറഞ്ഞ നാസറിൻ്റെയും ജിൻസിൻ്റെയും എല്ലാം ഫോണുകളുടെ CDR പരിശോധിക്കണം. ഇനി രാമൻ പിള്ള വക്കീൽ വലിയ വക്കീലായതുകൊണ്ട് ആ CDR പരിശോധിക്കില്ല എന്നൊന്നുമില്ലല്ലോ, അതും പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഈ അന്വേഷണത്തിൽ എത്ര വലിയ ആളുകൾ എത്ര രൂപ മുടക്കി എന്തെല്ലാം ചെയ്താലും അതിന് അവസാനം എവിടെയെങ്കിലുമൊക്കെ ഒരു ചോർച്ച കാണും, ഇല്ലെങ്കിൽ ഒരു തെളിവ് അവശേഷിച്ചിരിക്കും. നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. രാമൻപിള്ള എന്നെ അങ്ങനെ ഞാൻ പോയായിരുന്നു. നാസർ ഖാനെ ഏത് വകുപ്പിൽ വിളിച്ചു, എങ്ങനെ വിളിച്ചു? ഞാൻ ആ കാലയളവിൽ ജയിലിലുണ്ടായിരുന്നല്ലോ. അപ്പം ദിലീപിന് എതിരായിട്ട് ഇവര് കത്തെഴുതുന്നതായിട്ട് കണ്ടാട്ടെ, കൂടി ആലോചിക്കുന്നതായിട്ട് പറയാവോന്ന് ചോദിച്ചാൽ എന്നെ അങ്ങനെ വിളിപ്പിച്ചായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിയാൻ നിൽസൻ ഉണ്ടെന്ന്, 10ാം പ്രതിയോ കണ്ടാന്ന് തോന്നുന്നു, ആപ്പുസാക്ഷി അങ്ങനെ എന്താന്ന് പറഞ്ഞു.
അതെ അതെ. നിച്ചന്റെ നിലപാട് എങ്ങനാ? വക്കീല് ചോദിക്കാൻ പറഞ്ഞിട്ടാണോ? ചോദിക്കാൻ പറഞ്ഞേ. നമ്മളറിഞ്ഞാ മതി. അങ്ങനാണെങ്കിലേ അത് ഒന്നും കണ്ടില്ല കേട്ടില്ല അങ്ങനെ ഒഴി പറഞ്ഞ് പറയാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചില്ലറ കിട്ടുന്ന ഓളാ അത്. നാസർക്കാർക്ക് തരാന്ന് പറഞ്ഞാ? എനിക്കും തരാന്ന് പറയില്ല. ഞാൻ ഈ കേസ് വെറുതെ വിടാന്ന് വെച്ചിട്ട് കടക്കാടാവില്ല. അഞ്ചിന്റെ വസ്തു ദിലീപിനെ കൊണ്ട് മേടിക്കാന്ന് ഉദ്ദേശമുണ്ട്. അദ്ദേഹത്തിനൊന്നും ഞാൻ കണ്ടില്ല. വക്കീല് മാത്രം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. വയലായാലും മരിച്ച ജഡ ഒന്ന് കുളിപ്പിക്കാൻ സ്ഥലമില്ല. അഞ്ചിന്റെ വസ്തു ഞാൻ സാറിന്റെ അടുത്ത് ചോദിപ്പിച്ചു. സാറ് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. നാസർ പറഞ്ഞാൽ നിസ്സം കേൾക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ക്രിസ്ത്യാനി പയ്യനാണ്. ദൈവടേക്ക് നമ്മൾ പരിചയപ്പെട്ടപ്പോൾ കുഴപ്പമില്ലെന്ന് കണ്ട് ഞാൻ പറഞ്ഞു നോക്കാം. പിന്നെ ജയിലിൽ കിടക്കുന്ന പൾസർ സുനി എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെ സഹായിച്ചിട്ട് അയാൾക്കൊന്നും നേടാനില്ല. അയാൾക്ക് 2 പിള്ളേരൊക്കെ ഉണ്ട്. പ്രായത്തിന്റെ ബലഹീനതയിൽ 2 കേസിൽപ്പെട്ട അകത്ത് വന്ന് അങ്ങനെ ഞാനോട്ട് പരിചയപ്പെട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്ന് ദൈവടേക്ക് ഞാൻ ഒരു ഉറപ്പ് കൊടുത്ത്. അപ്പം താല്പര്യം എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും വക്കീലിനോട് എന്നെ വിളിക്കാൻ പറയും. ആണോ? ഞാൻ വിളിച്ചു കഴിഞ്ഞാലേ അത് നമ്മളിപ്പം വേറെന്നു പറയല്ല. പൾസർ സുനി ആ പെണ്ണിനെ വിളിച്ചോണ്ട് പോകും. ഞാനിപ്പോ എന്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പം ഇയാൾക്ക് ആദ്യമായിട്ട് അമ്മയായിട്ട് സംസാരിക്കാൻ ഫോൺ തന്നെ എന്റെ വൈഫ് എന്റെ അടുത്തുണ്ട്. ഞാൻ പറഞ്ഞത് പൾസർ സുനി ആ പെണ്ണിനെ എന്ത് കൃത്യത്തിന് വേണ്ടി ചെയ്തു, ഒരു കുറ്റകൃത്യം ചെയ്തപ്പം അവന് ദിലീപിന് വേണ്ടി ആയിക്കോട്ടെ, അപ്പൊ അവൻ പബ്ലിസിറ്റി ചെയ്യാതെ ആ ഒരു ക്രൈമിന്റെ പിന്നിലുള്ള പരാദുരിതങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങി വന്നിട്ട് ചോദിച്ചാൽ അതേ കാശ് കൊടുത്തേനെ. ഇപ്പൊ അദ്ദേഹം ആണെന്നല്ല ഞാൻ പറയുന്നത്. ആണെങ്കിൽ പോലും അപ്പൊ അവനങ്ങോട്ടൊന്ന് പണ്ടം കണ്ടൊരു ബൈക്ക് ഓടിച്ച പോലെ ഒരാഴ്ച നടന്നിട്ട് 379 ഒരു ഓപ്പൺ പ്ലേസിൽ ക്രൈം ഉണ്ടാക്കിയിട്ട് വന്നിട്ട് 3 ദിവസം ഈ പുള്ളി അമ്മയെ അമീതി എടുത്തിട്ട് പോകുമ്പം അതേപോലെയാന്ന് വിചാരിച്ചു 376. മനസ്സിലായേ? അപ്പം അവനെ നമ്മൾ സഹായിക്കുന്ന വെച്ചാൽ അവൻ ഒരു ക്രിമിനൽ മൈൻഡ് എന്ന് വെച്ചാൽ അവന്റെ കാശ് ദിലീപിന് വേണ്ടിയാണോ അല്ലെങ്കിൽ വേറെ വ്യക്തിക്ക് വേണ്ടിയാണോ അവന്റെ സ്വന്തം താല്പര്യത്തെ കിഡ്നാപ്പ് ചെയ്യണമെങ്കിൽ ആ പെണ്ണെ സെക്ഷനായിട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഉണ്ടാവില്ല. നമ്മളൊക്കെ ഒരു ക്രിമിനല്ല. നമ്മളൊന്നും അത് ചെയ്യാൻ ഞാനിപ്പം വേറെന്നുണ്ടോ ഞാൻ 376 വന്ന ഒരു ക്രൈമിൽ പ്രതിയാ. ദൈവത്തെ നിർത്തി ഞാൻ പറയും, ഞാൻ കാശ് ചോദിക്കാൻ എന്റെ കൂട്ടുകാരൂടെ വന്നതല്ല. ഞാൻ അവരെ ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ കാർ ഓട്ടിക്കാൻ വന്നതാണ്. മറിച്ച് നമ്മൾ തെറ്റുകാരനാണ് എന്റെ ഭാര്യയൊന്നും എന്നെ ഇറക്കാൻ പറ്റത്തില്ല. വരുമോ? നിശ്ചയമില്ലേ? അപ്പൊ അതിനോട് ദൈവമായിട്ടാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സാധനം കൊണ്ട് വിളിപ്പിക്കാം. നമ്പർ ഞാൻ കൊടുക്കാം. എന്നിട്ട് പറഞ്ഞാൽ നിശ്ചനും പ്രയോജനം ഉണ്ടാവും, ദൈവമായിട്ടാക്കി എനിക്കും പ്രയോജനം ഉണ്ടാവും. നമ്മളൊക്കെ തെറ്റായ ചെയ്യണമെന്നൊന്നും ഉണ്ടായില്ല. എന്തെങ്കിലും കിട്ടിയ 5ന്റെ വസ്തു നിശ്ചനം മേടിച്ചൂടെ? അല്ല, അപ്പൊ എങ്ങനെയാ അനുകൂലമായിട്ട് സംസാരിക്കാന്ന് ഉദ്ദേശിക്കുന്നത്? എങ്ങനെ സംസാരിക്കുന്ന ആള് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സജിലാൽ നമ്മുടെ അവിടെ ഒരു വക്കീൽ കിടന്നില്ലേ, കോട്ടയത്തുകാരൻ, അവനല്ലേ കത്ത് എഴുതി കൊടുത്തേ? ബിപിൻലാല്. ബിപിൻലാല്. അവൻ പൾസർ സുനി പറഞ്ഞ അടിസ്ഥാന പ്രകാരം എഴുതി കൊടുത്തതാണ്. മനസ്സിലായേ? ഇദ്ദേഹത്തിനെ കൊടുക്കാൻ വേണ്ടി എഴുതി കൊടുത്തതാണെന്ന് പറഞ്ഞാൽ മതി. അല്ല, അവൻ ഒരിക്കലും പൾസറിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവൻ പൾസർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ദിലീപിന് വേണ്ടിയാണ് അങ്ങനെയൊന്നും പറയും. ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നാപ്പ് ചെയ്ത് കാശ് ആവശ്യപ്പെടാനായിരുന്നു. പബ്ലിസിറ്റി ആയപ്പോൾ അതിന്റെ പേര് വെച്ചു കൊടുത്തു. നമ്മളങ്ങനെ പറഞ്ഞാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു നമ്മളൊന്നും ഇരുന്നാൽ നിശ്ചന വേറെ ആരെ ശത്രുതയൊന്നും ഉണ്ടാകത്തില്ല. വിഷ്ണു നിശ്ചം പറഞ്ഞ കേൾക്കുന്ന ആളാണെങ്കിൽ അയാൾക്കും പറയാനുള്ള വിഷ്ണു അല്ലേ? പിന്നെ അദ്ദേഹത്തിനും പറയാനുള്ള നമ്മൾ ഈ ഉണ്ടായിച്ചോ അല്ലെങ്കിൽ മറ്റൊന്നും പ്രായത്തിന്റെ വിലയുന്നോണ്ട് കാണിച്ചു നമ്മുടെ വീട്ടിലേക്ക് എന്ത് നേട്ടം ഉണ്ടായി? നമ്മളൊക്കെ ലോകത്തുനിന്ന് പോലീസുകാരൻ അതിന് ഇടികൊണ്ട് മാറ്റപ്പെടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾ പറ്റുന്നില്ലായിരിക്കണ്ടേ? നിശ്ചയനിപ്പോ വണ്ടി ഓടി ചോദിക്കല്ലേ? അതെ. അപ്പൊ ഒരു 5 വസ്തു മേടിക്കാൻ വഴി കാണുകയാണെങ്കിൽ ദൈവം ഇടാക്കി പ്രതിഫലം ഇല്ല ഒന്നും ചെയ്യണ്ട. ഞാൻ വേറൊന്നും പറഞ്ഞില്ല. എന്നും പറഞ്ഞ് നിരപരാധി ഇട്ടുകൊടുക്കല്ല. പൾസർ ഇന്ന് ഇറങ്ങി തിരിച്ച് പെണ്ണിനെ വളരെ മോശമായി ഉപയോഗിച്ച ഒരാളാന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നാസർക്കാരുടെ പേഴ്സണലായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. ഈ കേസില് ദിലീപിന് പങ്കില്ല എന്ന് നാസർക്കാർക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ദിലീപിന് വ്യക്തമായിട്ട് പങ്കുണ്ടെന്നുള്ള ബോധ്യം ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇനിയിപ്പോ നമ്മള് കണ്ട കാര്യം, നമ്മളിപ്പോ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്തെങ്കിലും കളവായിട്ട് മൊഴി കൊടുത്തതായിട്ട് നാസർക്കാർക്ക് തോന്നുന്നുണ്ടോ? അതായത് ദിലീപിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ദിലീപിനോട് നമുക്ക് വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യവും ഇല്ല. വ്യക്തിപരമായിട്ട് ഇഷ്ടവും ഒരു കഥാപാത്രം, ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് ആ കഥാപാത്രത്തെ ഇഷ്ടമാണ്. നമ്മൾ നല്ല പുള്ളിയൊന്നും ആയിരുന്നില്ലല്ലോ. നമ്മൾ നല്ല പുള്ളി ആയിരുന്നെങ്കിൽ നമ്മൾ ജയിലിൽ പോവില്ല. നമ്മൾ നമ്മുടേതായ ബലഹീനത കൊണ്ട് നമ്മളും നമ്മുടേതായ സാഹചര്യം കൊണ്ട് നമ്മളും പല തെറ്റുകളൊക്കെ സഞ്ചരിച്ചിട്ടാണ് നമ്മളവിടെ പോയത്. അപ്പോ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പൊ നാസർക്ക പറഞ്ഞ മാതിരി വക്കീൽ അങ്ങനെ വിളിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞു. വക്കീല് ഒന്ന് വിളിക്കാൻ പറ. വക്കീൽ എന്താ പറയണേ നോക്കട്ടെ.
എന്താ അറിയോ, ഈ വക്കീല് പറഞ്ഞ രാമൻപിള്ള വക്കീല് ഫേമസ് വക്കീലാണ്, നല്ല മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം പുള്ളിയാണോ വിളിച്ചത് അതോ പുള്ളിയുടെ ജൂനിയർമാരാണോ? പുള്ളി ഞാനൊരു ബന്ധമുണ്ട്. എന്റെ മാമാടെ മോനാണ് അബ്ദുൽ നാസർ മദനി. ഞാൻ പറഞ്ഞു സാറേ ഇതുപോലെ ദിലീപിന്റെ അപ്പം നല്ല ക്രൈം വലിയ കേസിലേക്ക് വലിയ കുറ്റവാളി അദ്ദേഹത്തിന് രക്ഷിക്കാൻ വേണ്ടി അവിടെ കോടതി പോലീസ് ചെയ്യാവുന്ന ഇന്ത്യൻ ഭരണഘടന നിയമമുണ്ട്. നമ്മുടെ ജോർജ് വക്കീലിനോട് സംസാരിച്ചിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും തടയുന്ന കേസാണെങ്കിൽ കടക്കാടൊന്നും ഇല്ലല്ലോടാ. നമ്മള് സാറോട് ബന്ധപ്പെടാൻ പറഞ്ഞു. അങ്ങനെ എന്നെ വിളിക്കാൻ ഞാൻ ആദ്യമായിട്ട് പോയി ഇങ്ങനെ സംസാരിച്ച് സാറേ ആ കാലവളി ഞാൻ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാന്ന് പറഞ്ഞു. നിശ്ചനായിട്ട് പരിചയം. ഞാൻ പറയാം എന്റെ സുഹൃത്താണ്, പറഞ്ഞാൽ കേൾക്കും. ദൈവടാക്കി അദ്ദേഹത്തിന് പിന്നെ ഒരു കേസുണ്ടായി അവിടെ വന്ന്, കേസ് എനിക്കറിയത്തില്ല, അങ്ങനെ ഒന്ന് ഞാൻ പരിചയപ്പെട്ടു. ദിലീപ് പറഞ്ഞിട്ടാവോ രാമൻപിള്ള വക്കീല് നമ്മളോട് സംസാരിക്കാൻ പറയണത്? ആയിരിക്കും, ആയിരിക്കുമല്ലോ. നേരിട്ട് ബന്ധപ്പെടാൻ മടിയായിട്ടാവും. ചിലപ്പോ നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോ കേസിനെ ബാധിക്കുന്ന, ചിലപ്പോ ആൾക്ക് മടിയാകുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. ഒരു പേരുകെട്ട പിന്നെ പ്രകടമായ കേസിലെ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനും പാടില്ലെന്ന ജാമ്യം കണ്ടീഷൻ. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അത് പുള്ളിക്ക് തന്നെ ദോഷം വന്നാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പുള്ളി നമ്മുടെ അടുത്ത് ബന്ധപ്പെടാത്തത്. ഒരു കോടതി ചോദ്യം ചെയ്യും. ഞാന് രാമൻപിള്ള സാറിനെ വിളിച്ച് ഞാൻ പറഞ്ഞതാ, ഒരു താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ തനിക്ക് കാണിച്ചിട്ട് വസ്തു കിട്ടുന്ന മാർഗം മനസ്സിലായോ? നമ്മുടെ ഇവനെയും കാശ് കൊടുത്ത് പിടിക്കും. നമ്മുടെ ഒരു വക്കീലുണ്ടായിരുന്നില്ല കോട്ടയത്തുള്ള ബിബിൻലാല് നിശ്ചയം പറഞ്ഞാൽ കേൾക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഈ ദിലീപൻ, ഞാൻ ഒരു കാര്യം പറയാം, ദിലീപിന്റെ നമുക്ക് എന്തെങ്കിലും ജീവിക്കാൻ മാർഗം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫൾസഫിനെ 5 വർഷം ക്ലിയർ ആവണല്ലോ. ഈ ഫൾസഫിനെ ഹലോ നമ്മളിപ്പോ ദിലീപിന് സപ്പോർട്ടായിട്ട് പറഞ്ഞെന്ന് വെച്ചു, ദിലീപിനെ വെറുതെ വിട്ടു, നമുക്ക് മാന്യമായിട്ടുള്ളത് 5 സെന്റ് വസ്തു മേടിക്കാൻ പൈസ തരും ഉറപ്പാ. ഒന്ന് അല്ല 5 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ അവന് ഇപ്പൊ നമുക്ക് ഒരാൾക്ക് എത്ര രൂപ തരും മാക്സിമം? നമ്മള് അത് പുക ചോദിക്കുന്ന തെറ്റല്ലേ? എങ്കിൽ തന്നെയും എനിക്കൊരു കണക്കില് എനിക്ക് 10-25 ലക്ഷം രൂപ ചമ്മ തരും. എനിക്ക് 25 ലക്ഷം രൂപ അധികം. അവിടെ കൊല്ലത്ത് 1 ലക്ഷം രൂപയുടെ വസ്തു 5 സെന്റും കുടുംബമായിട്ട് ഒതുങ്ങാം. കിട്ടുന്നത് നമ്മൾ 3 പേര് 1 ലക്ഷം രൂപ എടുക്കാൻ സുഖമായിട്ട് പൾസറിനെ ഇറക്കാം. എനിക്ക് കൊല്ലത്ത് പറ്റിയിട്ട് കച്ചവടം മനസ്സിലായി. അന്ന് ഞാൻ പറഞ്ഞില്ലേ, അവന് ലൈഫ് കിട്ടാതിരുന്നാൽ മാത്രം മതി. അവനെ നമ്മൾ ദ്രോഹിക്കുന്നില്ല. അവന് 10 കൊല്ലം ശിക്ഷ, വർഷം പറഞ്ഞു ശിക്ഷ ഇന്ത്യൻ ഭരണഘടനയിൽ ജാമ്യം കിട്ടും. ലൈഫ് അടിക്കായിരുന്നാ മതി, ലൈഫും ജീവനും അടിക്കാതിരുന്നാൽ മതി. ഒരു പ്രതിക്ക് 100 കൊല്ലം വരെ ശിക്ഷ കഴിഞ്ഞാൽ സുപ്രീം കോടതി ജാമ്യമുണ്ട് മനസ്സിലായി, വർഷം പറഞ്ഞ. ഞാൻ പറഞ്ഞത് മനസ്സിൽ ഇരുന്നാൽ മതി. അങ്ങനെ സാറിനെ കൊണ്ട് വിളിപ്പിക്കാം കേട്ടോ. ശരി ശരി. പിന്നെന്തുണ്ട്, സുഖമാണോ? സുഖം. ഇതേ പനിയായിട്ട് ഇന്ന് വണ്ടി ഓടാൻ പോയിട്ടേ ഇന്ന് വലിയ കാര്യത്തിൽ ഭയങ്കര മൊത്തത്തിൽ തണവാണല്ലോ. കൂലിക്കാണോ സ്വന്തമാണോ? വണ്ടി കൂലിക്കാണോ സ്വന്തമാണോ? ഇത് കൂലിക്ക്, നമുക്ക് സ്വന്തം വണ്ടിയൊന്നും ഇല്ലാന്ന്. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ.